അച്ഛൻ വളരെ സത്യസന്ധനും ന്യായമുള്ളവനോ? അച്ഛൻ എഴുതി വെച്ചിട്ടുള്ള കണക്കുകൾ കണ്ടിട്ടാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതെ, അച്ഛൻ എഴുതിയിട്ടുള്ള കണക്കേ പ്രകാശേട്ടന് വേണ്ടി മാത്രം ചെലവാക്കിയിട്ടുള്ളതാ. എനിക്കും ഗോകുലിനും വേണ്ടി അച്ഛൻ ചെലവാക്കിയ പണം കൂടി എഴുതിയിരുന്നെങ്കിൽ പ്രകാശേട്ടന്റെ കണ്ണ് തള്ളിപ്പോയനെ. ഈ കണക്കുകളൊക്കെ എഴുതാൻ അച്ഛൻ കുറെ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. എന്നെ കൂടി വിളിച്ചിരുന്നെങ്കിൽ അച്ഛൻ വിട്ടുപോയ കണക്കുകളൊക്കെ ഞാനും കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചേനെ. മിണ്ടാരടി. റേഷൻ വാങ്ങാൻ ഞാൻ ക്യൂ നിന്നതിന്റെ സെന്റിമെന്റ്സ് പോലും അച്ഛൻ കാണിച്ചില്ലടി. അങ്ങനെ റേഷൻ വാങ്ങാൻ ക്യൂ നിന്നിട്ടുണ്ടെങ്കിലേ അച്ഛൻ തന്ന പണത്തിന്റെ പകുതിയും പ്രകാശേട്ടൻ വിഴുങ്ങിയിട്ടും ഉണ്ടാവും. നോക്കണ്ട, അച്ഛന്റെ കാലിൽ വീണ് മാപ്പിരുന്ന ചെലപ്പോ പ്രകാശേട്ടനെ അച്ഛൻ ഒഴിവാക്കും. കാലിൽ വീണ് മാപ്പരക്കാൻ എന്റെ പട്ടി പോവും. വീട് വെച്ചതിന്റെ ലോൺ ഇനിയും ബാക്കിയുണ്ട്. അതിന്റെ കൂട്ടത്തില് ഈ ബാധ്യതയും ഒരു ഭാരം തന്നെയാ. എന്നാലും ഈ കേസിൽ നിന്ന് ഞാൻ പിന്മാറില്ല. വിനാശകാല വിപരീത ബുദ്ധി എന്ന് കേട്ടിട്ടില്ലേ? നിന്റെ അമ്മായിച്ചന്റെ കഷ്ടകാലം തുടങ്ങി. ഈ കേസിന്റെ വിജയം എന്റെ ജീവിതം മാറ്റിമറിച്ചിരിക്കും. വയസ്സുകാലത്ത് വടിയും കുത്തിപ്പിടിച്ച് തെരുവിലിറങ്ങേണ്ട അവസ്ഥ ഈ പ്രകാശനം ഉണ്ടാക്കിയിരിക്കും. അറിയാത്ത പിള്ള ചൊറിയും പറഞ്ഞോളും.